സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം തിരുവചനം. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. യിരെമ്യാ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷാകാലത്ത് ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിക്കുകയാണ്. അഥവാ ദൈവം കൽപ്പിച്ച ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തെ അറിയിക്കുകയാണ്. അവർ അഥവാ ഇസ്രായേൽ ജനം ഞങ്ങളെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്നുള്ള ചിന്ത വച്ചു പുലർത്തിയിരിക്കാം. കാരണം യിരെമ്യാ പ്രവാചകൻ ശുശ്രൂഷിക്കുന്ന ആ സമയത്ത് അവർ ഭയങ്കരമായ കഷ്ടതകളിലൂടെ കടന്നുപോയി, പീഡനങ്ങളിലൂടെ കടന്നുപോയി. വളരെ പ്രതികൂലങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഈ മധ്യേ അവർ ചിന്തിച്ചത്, ദൈവം ഞങ്ങളെ മറന്നുപോയിരിക്കാം, ദൈവം ഞങ്ങളെ കൈവിട്ടിരിക്കാം, ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം എന്നൊക്കെ ചിന്തിച്ച സമയത്താണ് ദൈവം യിരെമ്യാ പ്രവാചകൻ വഴി അവരോട് പറയുന്നത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതമായി നിലനിൽക്കുന്നതാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്ക് പാപമോചനം നൽകി വീണ്ടും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ മേൽ ചൊരിഞ്ഞ ദീർഘക്ഷമ, ഈ നിത്യസ്നേഹം മറ്റാർക്കും നൽകുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിന് മാത്രമാണ് നമ്മെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ നിത്യ സ്നേഹം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു എന്നാണ് തിരുവചനം വെളിപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ആ സ്നേഹത്തിന് പ്രതിഫലമായി നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ്. അപ്രകാരം നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിത്യസ്നേഹം നമ്മുടെ മേൽ നിലനിൽക്കുവാൻ ഇടയാകും. ദൈവത്തിൻ്റെ ദയ ദൈവം നമുക്ക് ദീർഘമാക്കി നൽകുവാനിടയാകും. ദൈവത്തിൻ്റെ ദയയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ദയയും ആ ദൈവത്തിൻ്റെ സ്നേഹവും ദൈനംദിനം അനുനിമിഷം അനുഭവിക്കുവാൻ നാം ദൈവത്തിൻ്റെ കൃപയ്ക്കായി
പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്രകാരം സമ്പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ മക്കളായി, പ്രിയ മക്കളായി ദൈവത്തെ സ്നേഹിച്ച് ജീവിതയാത്ര തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനം ശ്രവിച്ച എല്ലാ പേർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. जता